ഹോസ്റ്റലറിൽ മമ്മൂക്ക വരുന്ന ഒരു ഗുമ്മുണ്ട്. അപ്പോഴത്തേക്ക് അത് ലിഫ്റ്റ് ചെയ്യപ്പെടും. ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ജയറാം താഴെ പോയി എന്നുള്ളത്. എൻ്റെ മനസ്സിനകത്ത് മമ്മൂക്ക വന്നതിന് ശേഷം ആ പടത്തിന് ഭയങ്കര ഒരു ലിഫ്റ്റ് കിട്ടി. അത് ഞാൻ ഏത് അർത്ഥത്തിലാണ് അതിനെ കാണുന്നതെന്ന് വെച്ചാൽ, ആ സ്റ്റാർ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുമ്മുണ്ട്. പിന്നെ പുള്ളിയുടെ ശബ്ദം നറേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് ആ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഉയർച്ചയുണ്ട്. ആ അർത്ഥത്തിൽ സിനിമ കുറച്ചുകൂടെ മമ്മൂക്കയുടെ സിനിമ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. മുന്നേ എങ്ങനെയാണ് കാണുന്നതിനെ? അല്ല, മമ്മൂക്ക വന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ തന്നെ. ഞാൻ ആ സിനിമ കാണാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മമ്മൂക്ക എങ്ങനെ വരുമെന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പേ മമ്മൂക്കയിലൂടെ ആ സിനിമ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ അത് കാണാൻ കാത്തിരുന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ഓപ്പണിങ് ആ സിനിമയ്ക്ക് കിട്ടുന്നതിന് മമ്മൂട്ടി എന്ന് പറയുന്ന ഫാക്ടർ ഒരു വൻ സംഭവമാണ്. അത് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കാം. പക്ഷെ അതാണ് സത്യം, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ, ആ സിനിമേനെ അത് വേറൊരു തലത്തിൽ ഹെൽപ്പ് ചെയ്തത്, അതിൽ ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ എന്താ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു പോയ കുറേ മൊമെൻറ്റ്സ് സംഭവിച്ചു. അതിനൊക്കെ ശേഷം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വാ ഫാക്ടറിൽ കുറേ സംഭവങ്ങൾ മിസ്സായിപ്പോയി. അവിടെയൊക്കെ ഞാൻ ലോജിക്കലി എനിക്ക് ഭയങ്കര ഒരു ബാക്കൗട്ട് ഫീൽ ചെയ്തു തരും. അതായത് ഈ സിനിമയുടെ റിവ്യൂ എങ്ങനെയാവും എന്നുള്ളത് നമ്മുടെ മനസ്സിലും നേരെ ബാക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മമ്മൂക്ക ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മളത് വിട്ടു, പോട്ടെ സാരമില്ല, നമുക്ക് ബാക്കിയുള്ള സാധനം എൻജോയ്. പിന്നെ എന്ന് വെച്ചാൽ സിനിമ ഒരു ഓവറോൾ സംഭവമായിട്ടാണല്ലോ നമ്മൾ മൊത്തത്തിൽ നോക്കുക. പിന്നെ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ലോജിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് ആലോചിക്കുക. അങ്ങനെ വരുമ്പം മമ്മൂക്ക മൊത്തത്തിൽ ആ സിനിമയെ എല്ലാ തലത്തിലും മാർക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ലോജിക്കൽ മിസ്റ്റേക്ക് കണ്ടെത്താൻ കുറച്ച് കഴിയട്ടെ എന്ന് വെക്കുന്നതും ഒക്കെ മമ്മൂക്കയുടെ ഫാക്ടറാണ്. പക്ഷെ മിഥുൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലത് പ്രതീക്ഷിച്ചിരുന്നു, കുറേ കൂടി ബെറ്റർ. അത് ഈ പറയുന്ന സ്ക്രിപ്റ്റ് സാധനമൊക്കെ വരുമ്പോൾ ലോജിക്കലിയൊക്കെ നമ്മൾ കുറച്ചും കൂടി, പക്ഷെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അവരുടെ ഇൻട്രോയെ മിക്സ് ചെയ്തതാണ് എനിക്കതിൽ ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ. അതായത് മമ്മൂക്കയെ കാണിക്കുമ്പോൾ തിയേറ്റർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തൊരു കൈയടി വന്നു. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ജയറാമേട്ടൻ്റെയും വരുന്നുണ്ട്. അപ്പം ഈ കയ്യടി മാത്രമല്ല, ഈ സ്നേഹം കൂടിയാണ് ഈ പകുത്ത് കൊടുക്കപ്പെടുന്നത്. അത് ഭയങ്കര ബ്രില്യൻ്റ് ഒരു സംഭവമാണ്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ കുറച്ച് ബ്രില്യൻ സാധനങ്ങൾ ആ സിനിമയിലുണ്ട്. പറഞ്ഞാൽ ലോജിക്കലി നമ്മൾ ഇപ്പം OTT വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ പറ്റും അതിനെക്കുറിച്ച്. അപ്പം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, ജീവിതമൊക്കെ എങ്ങനെ ഇരിക്കുന്നു, വൈഫ് എന്ത് പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന കേസിനെയൊക്കെ സംബന്ധിച്ച് പുള്ളിക്കാരെയും സംസാരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ രീതിയിൽ തന്നെയാണ് കാര്യം. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിപ്പം ഞാനാണ് ഇന്ന് കേട്ടത്, നാളെ ഇത് വേറൊരാൾ കേൾക്കുമായിരിക്കും. അയാൾ ചിലപ്പോൾ വളരെ ബിഗിനിങ് സ്റ്റേജിലുള്ള, ഇപ്പം എനിക്ക് വിളിച്ചു ചോദിക്കാൻ വക്കീലന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ടും നമുക്ക് തരുന്നൊരു കോൺഫിഡൻസും ഉണ്ട്. അതില്ലാത്ത ഒരാളാണ് ഇത് കേൾക്കേണ്ടി വന്നിരുന്നതെങ്കിൽ അത് അയാൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം കുറേ കൂടി ഭീകരമായിരിക്കും. അയാൾ ചിലപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേ ഇനി വരണ്ട, ഒന്നും ചെയ്യേണ്ടെന്ന് ചിലപ്പോൾ തീരുമാനിച്ചു പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള, നിങ്ങൾക്ക് ആരെയും ഇവിടെ ഭീഷണിപ്പെടുത്താനുള്ള അവകാശമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെയും ഇവിടെ ജാതീയമായുള്ള അല്ലെങ്കിൽ അത്തരം മുനവെച്ചിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കാനോ, ഒരാളുടെ ജീവനെ ഭീഷണിപ്പെടുത്താനോ, അയാളുടെ അമ്മയ്ക്ക് വിളിക്കാനോ അച്ഛനെ വിളിക്കാനോ ഇവിടെ അവകാശമോ അധികാരമൊന്നുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി, നാളെ ഒരാൾ ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുമല്ലോ, അവനിതെങ്ങാനും റെക്കോർഡ് ചെയ്ത് കേസാക്കിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും എന്ന് പറയുന്ന ചിന്ത, ഒരു പേടി നാളെ വിളിക്കുന്ന ഒരാളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണം എന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്. അവളും വളരെ സപ്പോർട്ടാണ്, VM വളരെ സപ്പോർട്ടാണ്. വിയുടെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷമുള്ള ഒരു 3-4 ദിവസം ഞാൻ ഭയങ്കര നമ്മളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകും. കാര്യം വിളിക്കുന്നവർക്കും പറയുന്നവർക്കും ഇത് മാത്രമേ ചോദിക്കാനും പറയാനുള്ളൂ, എനിക്കും ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം എണ്ണം കുറഞ്ഞു. ജനുവരി തൊട്ട് നമ്മുടെ ഒരു സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ റീഡിങ് സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്നൊരു സമയത്താണ് ഇങ്ങനെയൊരു ഇടുത്തി പോലൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ബാക്കായി. ഞാൻ സ്ലോലി ഈ സമയത്താണ് ഞാൻ ശരിക്കും ആലോചിച്ചത്, ഇപ്പം ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായി കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവളോട് സ്ട്രോങ് ആയിരിക്കാൻ പറയും. പക്ഷേ ഒരു പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്ന എന്താ പറയുക, ട്രോമ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാനിങ്ങനെ കട്ടിൽ തന്നെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, അപ്പോൾ അവരങ്ങനെ വരുമായിരിക്കും, അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ എൻ്റെ അഡ്രസ്സ് അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചു ഇത് ആവശ്യമില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാലും ഞാൻ ഇതന്നെ ആലോചിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പലരും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുള്ള വളരെ പ്രശ്നമായിട്ടുള്ള സിറ്റുവേഷൻ, അതിൻ്റെ ഒരു 0.5 ഒക്കെ ആയിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ അത് ഭീകരമാണ്. അതിൽ നിന്ന് നമ്മളിപ്പം
കരകയറി